ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിക്കാൻ ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ്. ഖമനയെ കണ്ടെത്തിയിരുന്നെങ്കിൽ വധിക്കുമായിരുന്നുവെന്ന് കട്സ് വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞ അയത്തുള്ള അലി ഖമനയെ ഭൂഗർഭ ബങ്കറിൽ ഒളിക്കുകയും കമാൻഡർമാരുമായുള്ള ബന്ധം ഒഴിവാക്കുകയും ചെയ്തതിനാലാണ് വധിക്കാനാകാതെ പോയതെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം. ചാനൽ 13 നൽകിയ അഭിമുഖത്തിലാണ് ഇസ്രയേൽ കട്സിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ വെടിനിർത്തലിന് ശേഷം ഖമനയെ വധിക്കാൻ ശ്രമിക്കില്ലെന്നും കട്സ് വ്യക്തമാക്കി. ഇസ്രയേൽ വധിച്ച ഹിസ്ബുള്ളയുടെ ഹസൻ നസ്രള്ളയെ പോലെയാണ് ഖമനയെ കാണുന്നത്. ബങ്കറിൽ തന്നെ തുടരുകയാണ് ഖമനയ്ക്ക് നല്ലതെന്നും കാൻ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ കട്സ് പറഞ്ഞു. ഇസ്രയേലിന് ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകൃത യുറേനിയം എവിടെയാണ് എന്നതിനെപ്പറ്റി അറിവില്ലെന്നും കട്സ് സമ്മതിച്ചു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ ശേഷി നശിപ്പിച്ചതായും ഇനി അത് വികസിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും കട്സ് വ്യക്തമാക്കി. അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിയാകുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു. യുദ്ധവേളയിൽ ഖമനയി എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് തനിക്ക് അറിയാമെന്നും ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമാണ് ട്രംപ് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഇറാനിലെ ഭരണമാറ്റം തങ്ങളുടെ ലക്ഷ്യമല്ലെന്ന് ട്രംപ് നിലപാട് മാറ്റുകയും ചെയ്തിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24.